ഇതിപ്പോൾ ഏതാണ്ട് രാത്രി 2 മണിയോട് കൂടിയിട്ട് തീപിടുത്തം കണ്ടു. ഇവിടെയുള്ള ഇവിടെ ഈ പരിസരത്തുള്ള ഒരു റോബർട്ട് അദ്ദേഹമാണ് ഇത് കണ്ടത്. ഏതാണ്ട് 10ഓളം ബോട്ടുകൾ തീപിടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ തീ പടരുന്നതിന് മുമ്പ് തന്നെ സ്ഥലവാസികളും റോബർട്ടും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടിയിട്ട് അത് പടരുന്നത് തടസ്സപ്പെടുത്തി. ബാക്കി 10ഓളം ബോട്ടുകളാണ് തീപിടിച്ചിരിക്കുന്നത്. അതിൽ നീണ്ടകര സ്വദേശി ഒരു ലോറൻസിൻ്റെ ബോട്ടുണ്ട്. ബാക്കി 9 ബോട്ടുകൾ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളായിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ മത്സ്യബന്ധനമൊക്കെ നിർത്തിയിട്ട് പോയതാണ്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. സമാനമായ ബോട്ടുകളിൽ നിന്നും ഈ ഗ്യാസ് സിലിണ്ടറും മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ചതായി പറയാം. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇതിനൊന്ന് സേഫാക്കി വെക്കാത്തതാണ് കാര്യം. ഇതിന് ഒരാഴ്ച മുമ്പാണ് മുക്കാടും സമാന രീതിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തത്. അത്തരത്തിലൊരു പരിശോധനയുടെ ആവശ്യമുണ്ടോ ഇനിയിപ്പോൾ? അല്ല, ഇനിയിപ്പോൾ ആ ഒരു പരിശോധന നടത്തേണ്ടി വരും. കാരണം ഇവിടെ സിലിണ്ടറിൽ അവരെല്ലാവരും ഈ 2-3 ദിവസം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ സിലിണ്ടറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ബോട്ടുടമകളടക്കം ഇതിലൊരു ദുരൂഹത പറയുന്നുണ്ട്. ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവില്ല അല്ലേ? അത് അന്വേഷണം എന്തായാലും നടത്തും. കാരണം വലിയ നാശനഷ്ടമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ്. കാരണമൊന്നും പറയാറായിട്ടില്ലല്ലോ. തീർച്ചയായും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് DD ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ കണക്കുകൾ എടുക്കും. അതിൻ്റെ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണമുണ്ട്. ഇപ്പോൾ ഈ ഒരാൾ പറഞ്ഞത് തീയിട്ടതാണോ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഇനി പെട്രോളിംഗ് കൂടെ ഏർപ്പാടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ല, ഇനിയൊരു നിരീക്ഷണം നടത്തേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നിരീക്ഷണം നിരീക്ഷണം നടത്തേണ്ടി വരും.